ഒന്നാം തരം നാടകം കളിക്കുന്നവരാ സാഗറും രാഖിയും. ഇതും അതുപോലെ എന്താ നാടകം തന്നെയാ, അല്ലാതെ ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല. ആത്മാർത്ഥ സ്നേഹമൊന്നും ഇപ്പൊ ആർക്കും ഇല്ലല്ലോ. ചേച്ചി, അതിലൂടെ ദിയമോളുമായി അടുപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ദിയമോൾ ഒപ്പം ഉണ്ടെങ്കിലേ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു സ്പീഡ് ഉണ്ടാവത്തുള്ളൂ. രാഗി, നമ്മള് നേരിട്ട് പോയി വിളിച്ചാൽ മാത്രമേ ദിയമോളെ കൊണ്ട് ബലിയിടാൻ അവർ സമ്മതിക്കൂ. നാളെ തന്നെ നമ്മള് ദിയയുടെ വീട്ടിലേക്ക് പോകുന്നു. വന്ദനേച്ചി, ഇതിനെന്താ ഒരു പ്രത്യേക മണം? ഇതൊരു പ്രത്യേക ഔഷധക്കൂട്ടാ. നെല്ലിക്കയും വെളിച്ചെണ്ണയും കയ്യൂന്നിയും ഉലുവയും കറിവേപ്പിലൊക്കെ ചേർത്തുണ്ടാക്കിയതാ. പ്രസവ ശുശ്രൂഷയിൽ ഇതും പെടും. ആ, മുടി വളരുന്നത് മാത്രമല്ല, ജനിക്കുന്ന കുഞ്ഞിന് നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ആ അയ്യോ, സിറപ്പ് തരാൻ മറന്നു. കുടിച്ചോ. ഇവിടുത്തെ പ്രശ്നങ്ങൾക്കിടയിൽ 2 ദിവസമായിട്ട് ഹരിതയെ ശ്രദ്ധിക്കാനേ സമയം കിട്ടിയില്ല. ഇവിടെ ഞാൻ മാത്രമല്ലല്ലോ പ്രഗ്നന്റ്. ഈ പറയുന്ന വന്ദനേച്ചിയുടെ വയറ്റില് എന്റെ ഏട്ടന്റെ കുഞ്ഞുണ്ടെന്ന കാര്യം മറക്കണ്ട. എപ്പോഴും ഞാൻ അപ്പച്ചെന്നുള്ളൊരു വിളി കേട്ടു കേട്ടോ. ആരെ കാറില്? ഓ, ഉള്ള പ്രശ്നങ്ങളൊന്നും പൊറഞ്ഞ് ദേ വന്നു അടുത്ത ദുരന്തം. വന്ദനെ, രാഗി, ഇപ്പൊ തന്നെ ഞങ്ങളിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളിലാ. അതിനിടയിൽ വന്നു കയറി ഉപദ്രവിക്കരുത്. എന്താ വന്ദനെ ഇങ്ങനെ? പണ്ട് ഞാൻ പലതും കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിപ്പോയതാ. ഇപ്പൊ ഞാൻ വന്നത് ദിയമോളെ ഒന്ന് കണ്ടിട്ട് പോവാനാ. ഹലോ, ദിയമോളുടെ സംരക്ഷണം നിയമപരമായി വന്ദനേച്ചിക്ക. അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നത് ആരെയും ഉപദ്രവിക്കാനല്ല. പിന്നെ എന്തിനാ വന്നത്? ഞങ്ങൾക്ക് ദിയമോളെ ആരെയും കാണിക്കുന്നത് അത്ര ഇഷ്ടമല്ല. രാഗി പൊയ്ക്കോളൂ. വന്ദനെ, അവൾക്ക് പറയാനുള്ളത് തന്നെ ഞാൻ പറഞ്ഞത്. നാളെ എന്റെ ഏട്ടൻ രാജീവ് മേനോന്റെയും അമ്മയുടെ ആണ്ടാണ്. ബലിയിടൽ ചടങ്ങുണ്ട്. ഉരുട്ടിവെച്ച പിണ്ടത്തിന് മുകളിൽ പവിത്രം അഴിച്ചുവെച്ച് തെക്കോട്ട് നോക്കി ബലി നടത്തുമ്പോ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഏട്ടന്റെ ജീവാംശമായ ദിയമോളെ കണ്ടിട്ടാവണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അത് സാധിക്കാനാ വന്നത്. അല്ലാതെ കുട്ടിയെ നിങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനല്ല. അന്ന് സ്കൂളിൽ വെച്ച് നിങ്ങൾ അവളെ പിടിച്ചോണ്ട് പോകാൻ വന്ന ദിവസമേ പാവം ദിയമോൾ ഉറങ്ങിയിട്ടില്ല. മിസ്റ്റർ ജഗൻ, ആജ്ഞാപിക്കുകയോ നിർബന്ധിക്കുകയോ അല്ല, യാചിക്കുകയാണ്. ഏട്ടന്റെ ബലികർമ്മം നടക്കുന്ന സമയത്ത് ദിയമോൾ അവിടെ ഉണ്ടായാൽ നന്നായിരുന്നു. എങ്കിലേ എന്റെ ഏട്ടന്റെ ആത്മാവിന് തൃപ്തി ഉണ്ടാവൂ. നിങ്ങൾ തന്നെ ദിയമോളെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോയാൽ മതി. പറ്റില്ല. ഒരല്പം ദയ കാണിച്ചൂടെ ജഗൻ? കൊണ്ടുവരാം. ദിയമോളെ ബലിയിടൽ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാം. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്.
ഞാൻ പോട്ടെ. ഏട്ടന്റെ അമ്മയുടെയും മരണപ്പെട്ട നാളിൽ തിലഹോമം നടത്താൻ പരശുരാമ ക്ഷേത്രത്തിൽ രസീത് എഴുതണം. സാഗർ കാറിലുണ്ട്. ഒന്നാം തരം നാടകം കളിക്കുന്നവരാ സാഗറും രാഖിയും. ഇതും അതുപോലെ എന്താ നാടകം തന്നെയാ, അല്ലാതെ ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല. ആത്മാർത്ഥ സ്നേഹമൊന്നും ഇപ്പൊ ആർക്കും ഇല്ലല്ലോ. ചേച്ചി, ജഗൻ ചേട്ടനോടുള്ള വന്ദനേച്ചിയുടെ അന്നത്തെ പിണക്കൊന്നും ഇതുവരെ മാറിയിട്ടില്ലെന്നാ തോന്നുന്നേ. ഇതും ഒരുതരം സ്നേഹമല്ലേ ഹരിതേ? നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വന്ദനയുടെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡിൽ ഒന്നും വർക്കാവില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് സംഗതികൾ മാറി മറിഞ്ഞു. അതിന്റെ ഒരു മനഃശാസ്ത്രം രാഖിക്ക് അറിയില്ലേ? മനസ്സിൽ സെന്റിമെന്റ്സ് ഉള്ളവരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അങ്ങനാണോ? ഞാനും മനസ്സിൽ സെന്റിമെന്റ്സ് സൂക്ഷിക്കുന്ന ഒരാള് തന്നെയാ. അപ്പോ എന്നെയും സാഗർ പറ്റിക്കുന്നുണ്ടെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഈ സാഗർ ആരെ ചതിച്ചാലും രാഖി ചതിക്കില്ല. അതിനർത്ഥം മറ്റുള്ളവരെ ചതിക്കുന്നുണ്ടെന്നാണല്ലോ. എന്താ രാഖി ഇത്? ബിസിനസ് നടത്തുമ്പോ ചില മുഖംമൂടികളൊക്കെ അണിയേണ്ടി വരും. ചതിയുടെ മുഖംമൂടികൾ അണിയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരാകുമ്പോഴാ അതിന്റെ ആഴം കൂടുന്നത്. രാഖി എന്താ ഉദ്ദേശിക്കുന്നേ? ഈ ലോകത്ത് ചിരിച്ചുകൊണ്ട് ചതിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാ. അതാ ഞാൻ പറഞ്ഞത്. രാഖി, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ സാഗറിനെ കൂട്ടണ്ട. ഞാൻ ആരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാറില്ല. രാജീവേട്ടനും അമ്മയും എന്തുപറ്റി സാഗർ? ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് എന്തോ ഓർത്തുപോയി, അതാ. രാഖി എന്താ പറഞ്ഞു വന്നത്? നാളെ ആണ്ടിന് നമ്മൾ ബലിച്ചോറ് ഉരുട്ടി വെക്കുമ്പോ അത് സംതൃപ്തിയോടെ കഴിച്ചു മടങ്ങാൻ എന്റെ അമ്മയും ഏട്ടനും വരുമോ? എന്താ രാഖിക്ക് അങ്ങനെ ഒരു സംശയം? ഈ അടുത്തിടയ്ക്കായി അവരെന്റെ സ്വപ്നങ്ങളിൽ വന്ന് എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. എന്നെയും ആരോ കൊല്ലാൻ ലക്ഷ്യമിട്ട് നടക്കുന്നുണ്ടത്രേ. അവരെ ഇനി ആരെങ്കിലും മനഃപൂർവ്വം... എന്താ രാഖി ഈ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ചിലപ്പോ ഇതൊക്കെ അവർ തോന്നിപ്പിക്കുന്നതാണെങ്കിലോ?